എനിക്കറിയാം നമ്മളിവിടെ താമസം തുടങ്ങുമ്പോൾ എതിർപ്പായിട്ട് അവര് വരുമെന്ന്. വരട്ടെ, അത് നേരിടാൻ തന്നെയാ എന്റെ തീരുമാനം. ചതിയിലൂടെ അവര് ജയിച്ചെങ്കിൽ നേരായ മാർഗത്തിലൂടെ അവരെ നമ്മൾ ജയിക്കും. എന്റെ മര്യാദ ഞാൻ കാണിച്ചു, തന്നോട് സോറി പറഞ്ഞു, തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. എനിക്ക് വരുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ വീണ്ടും ആവർത്തിക്കണ്ട. എത്ര വട്ടം പറഞ്ഞാലും ആ കാര്യം നടക്കാൻ പോകുന്നില്ല. നവീൻ, അവിടെ നിൽക്ക നവീൻ. കൈ വിടുക. നവീൻ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെവിടുന്ന് പുറത്താക്കുന്ന എനിക്ക് വാക്ക് തരണം. അത് നവീൻ സമ്മതിച്ചേ പറ്റൂ, അല്ലാതെ ഞാൻ വിടില്ല, ഒരു കാരണവശാലും വിടില്ല. കഥ കൈയെടുക്ക്, മാറാൻ. ഇല്ല, ഞാൻ വിടില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ പറഞ്ഞത് സമ്മതിക്കാതെ ഞാൻ നവീനെ വിടില്ല. നവീൻ, ഞാൻ പറയുന്നത് കേക്ക് നവീൻ. നവീൻ, ഞാൻ വിടില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ വിടില്ല. അത് സമ്മതിക്കാതെ ഞാൻ വിടില്ല നവീൻ. നീ എന്താ കാണിക്കുന്നേ? വിട, കൈ വിട. ഇല്ല മമ്മി, നിർമ്മലയും കുടുംബവും കളരിക്കൽ ഉണ്ടാവരുതെന്നാ ഞാൻ ആവശ്യപ്പെട്ടത്. അത് നവീൻ സമ്മതിച്ചു തരാതെ ഞാൻ നവീനെ വിടില്ല. എന്താ മോളെ ഇത്? കൈ വിടാതെ. മേഡം, എനിക്കൊരു ചെറിയ തെറ്റ് പറ്റിയെന്നുള്ള തോന്നല് ഗാഥടുത്ത് സോറി പറയാനാണ് ഞാൻ വന്നത്. പക്ഷെ ഗാഥ ഇപ്പീ കാണിക്കുന്ന സ്വഭാവത്തിന് ഗാഥ ഞാൻ ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടേണ്ടതാ. കൂടുതൽ എന്നെ പ്രൊവോക്ക് ചെയ്തെന്ന് മോളോട് പറഞ്ഞ് മനസ്സിലാക്കും മേഡം. മനസ്സിലാക്കി തന്നിട്ട് താൻ പോയാ മതി. എന്താ പറഞ്ഞു പോലെ ചവിട്ടി കൂട്ടുന്നില്ലേ? താൻ വഴിന്ന് മാറ്. മാറാനോടോ പറഞ്ഞത്. സിത്താര, നമ്മള് രണ്ടുപേരും വളർത്തിയ മക്കളാ ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നേ. ആരുടെ ഭാഗത്താ തെറ്റ്, ആരുടെ ഭാഗത്താ ശരിയെന്ന് ഏകദേശം സിത്താരയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാ ഞാൻ കരുതുന്നേ. സിത്താര മോളെ വളർത്തിയത് ഗംഭീരമാണെന്ന് സിത്താര വിശ്വസിക്കുന്നുണ്ടോ? പക്ഷേ സിത്താരയ്ക്ക് പാളിപ്പോയിട്ടുണ്ട്. കളരിക്കൽ കുടുംബത്തിൽ ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നോ അവരൊക്കെ തുടർന്ന് അവിടെ തന്നെ ഉണ്ടാവും. എന്റെ തീരുമാനം അതാ. അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരും കളരിക്കൽ കുടുംബത്തിന്റെ പടി ചവിട്ടണ്ട. അമ്മ വന്നേ. എന്താ മോളെ നീ കാണിച്ചേ? നവൻ ഇത്രയും താഴ്ന്ന് സംസാരിച്ചതല്ലേ? മാന്യമായിട്ടല്ലേ നിന്റെ പെരുമാറിയത്? ഓ, എന്നെ കുറിച്ചല്ല, എന്നെ കുറിച്ച് സംസാരിക്കുന്നവരുടെ മാന്യതയുടെ അളവാണ് മമ്മിയുടെ പ്രശ്നം അല്ലേ? ഗാഥ, എന്റെ തീരുമാനത്തിലെ മാറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഡിമാൻഡ് നവീൻ അംഗീകരിക്കണം, അല്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് പോവില്ല. മോളിക്കുട്ടി, ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ. താക്കോൽ എവിടെയിരിക്കും? അതിവിടെ ഉണ്ട് മോളെ. ഗോപാലമ്മാവിന്റെ വീടല്ലേ അമ്മേ? നമ്മുടെ വീട് പോലെ തന്നെ. വാ. എന്തുപറ്റി അമ്മേ? സുഖല്ലേ? ഒരു ക്ഷീണം പോലെ, സാരമില്ല. അമ്മ തളർന്നു പോയിട്ടൊന്നും കാര്യമില്ല. ഇങ്ങോട്ടടിക്കുന്നവനെ അങ്ങോട്ടും തിരിച്ചടിക്കണം. അല്ലാതെ കൂടുതൽ സമാധാനം കാണിച്ചാലേ അവര് തലേ കയറിയിരുന്ന് നിരങ്ങും. ഞാൻ പോയിട്ടെ കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഓട്ടോ എടുത്തിട്ട് വരാം. കൃഷ്ണേ, നീ അമ്മ എങ്ങനെങ്കിലും ഒന്ന് സമാധാനിപ്പിക്ക്. ദേ കൃഷ്ണേ, ഇതുവരെ നിങ്ങൾ ഒരുപാട് അലഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നിന്റെ ജീവിതത്തിലെ നിർണായക സമയം. നിന്റെ അച്ഛനെ ചതിച്ചവരുടെ മുമ്പിൽ നീയും കൂടെ തോറ്റുകൊടുത്താ പിന്നെ ഒരിക്കലും ഒന്നും തിരിച്ചു പിടിക്കാനായിട്ട് നിനക്കോ നിന്റെ അച്ഛനോ ആവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി മോളിക്കുട്ടി. അച്ഛനെ ജയിലിൽ നിന്ന് എങ്ങനെയും ഇറക്കണം. ഇതിനൊക്കെ അച്ഛനെ കൊണ്ട് പകരം ചോദിപ്പിക്കണം. ഇതൊക്കെ തന്നെ എന്റെ മനസ്സിലും. നീ ധൈര്യമായിട്ടിരിക്കടി. ഈ നാട്ടുകാര് മുഴുവനും നമ്മുടെ കൂടെയുണ്ട്. അവരെ ജയിക്കാനുള്ള ശക്തിയൊന്നും മൂർത്തിക്കും സത്യവതിക്കും ഇല്ല. അമ്മ, ഞാൻ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം.
എന്നെക്കുറിച്ചല്ല, നിന്നെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നേ. അനിയൻ സാറിൻ്റെ അടുത്തെത്തിയപ്പോൾ നിനക്കിനി ഒരു കുറവും കോട്ടവും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിച്ചതാ. പക്ഷേ എല്ലാം ഇങ്ങനെയായില്ലേ? കരയാൻ തോന്നണില്ലേ നിനക്ക്? സാരല്ലമ്മേ, ഞാൻ കരഞ്ഞ തോറ്റു പോകുന്നത് അച്ഛനാ. ഞാൻ തളർന്ന ഇല്ലാതാവുന്നത് അച്ഛൻ ഇതുവരെ കൊണ്ടു നടന്ന സത്യവും വിശ്വാസങ്ങളോ. അതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കും. ആരുടെ മുഖത്ത് നോക്കിയും പറയാനുള്ളത് ഞാൻ പറയും. എനിക്കറിയാം നമ്മളിവിടെ താമസം തുടങ്ങുമ്പോൾ എതിർപ്പായിട്ട് അവര് വരുമെന്ന്. വരട്ടെ, അത് നേരിടാൻ തന്നെയാ എന്റെ തീരുമാനം. ചതിയിലൂടെ അവര് ജയിച്ചെങ്കിൽ നേരായ മാർഗത്തിലൂടെ അവരെ നമ്മൾ ജയിക്കും. അമ്മ വിശ്വസിക്ക, അമ്മയുടെ മോളുടെ മനസ്സിന് തളർച്ചയൊന്നുമില്ല. ഞാനേ ശ്രീനിവാസന്റെ മോളാ. എന്തായി സുമിത്രേ? ഗാഥയുടെ നിർബന്ധ ബുദ്ധിക്ക് ഒരു മാറ്റവും ഇല്ലമ്മേ. ഇറങ്ങിപ്പോയപ്പോ അവൾ പറഞ്ഞത് എന്താണോ അത് തന്നെയാ അവൾ ഇപ്പോഴും പറയുന്നേ. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചു മുത്തശ്ശി. പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? അമ്മേ, ഇത്രയും കുഴപ്പം പിടിച്ച ഒരു ജീവിതവുമായിട്ട് എന്റെ മോൻ കിടന്ന് വിഷമിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. ഇതിനൊരു പരിഹാരം ഉടനെ ഉണ്ടാക്കണം. അമ്മ നന്ദേട്ടനോട് സംസാരിക്കണം. ശരി സുമിത്രേ, നന്ദം വരട്ടെ. ആലോചിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്താം. കൂടുതൽ ആലോചിക്കാതെ ഞാനൊരു തീരുമാനം പറയാം. എല്ലാവരും അനുസരിക്കാൻ തയ്യാറുണ്ടോ? അല്ല, ഈ വീട്ടിൽ ഒന്നിച്ച് കളിച്ചു വളർന്ന് അവന്റെ ശീലങ്ങളും ശീലക്കേടുകളൊക്കെ മനസ്സിലാക്കിയവളാണല്ലോ എന്റെ മകള്. അവര് തമ്മിലുള്ള വിവാഹം നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആരും സമ്മതിച്ചില്ല. എന്നിട്ടിപ്പോ എന്തായി? നിർമ്മലേ, നീ അകത്ത് പോ. ഇവിടെ ഇപ്പൊ അക്കാര്യം സംസാരിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴാ അമ്മ ഇത് സംസാരിക്കേണ്ടത്. കളരിക്കൽക്കാരുടെ അന്തസ് എന്താണെന്ന് ഇപ്പോഴാ സിത്താരയ്ക്കും സിത്താരുടെ മകൾക്കും കാണിച്ചു കൊടുക്കേണ്ടത്. അവരെന്താ കരുതിയിരിക്കുന്നത്? വാശി പിടിച്ച് അവളോട് ഇറങ്ങിപ്പോയാ നവീന് വേറെ പെണ്ണ് കിട്ടില്ലെന്നോ?